ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അവിൽ പായസത്തിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയുള്ളൊരു പായസമാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ടെടുക്കാം. നെയ്യൊന്ന് മെൽറ്റായി വന്നാൽ ഇതിലേക്ക് തേങ്ങാക്കൊത്താണ് ഇട്ടെടുക്കുന്നത്. തേങ്ങ ചെറുതായിട്ട് കഷ്ണം മുറിച്ച് വെച്ചതാണ്, അതിലേക്ക് ഇട്ടെടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് കളർ മാറി കിട്ടുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതാ തേങ്ങ ചെറുതായിട്ട് കളർ മാറി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ടെടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് അണ്ടിപ്പരിപ്പാണ് ഇട്ടെടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് മുന്തിരിയും കൂടി ഇട്ടെടുക്കാം. ഇതിലുള്ള അണ്ടിയുടെയും മുന്തിരിയുടെയും ഒക്കെ കളർ ചെറുതായിട്ടൊന്ന് മാറി വന്നാൽ നമുക്ക് കോരി മാറ്റാം. ഇനി ഈ നെയ്യിലേക്ക് തന്നെ നമ്മൾ അവിലിട്ട് കൊടുക്കണേ. 1 കപ്പ് അളവിലാണ് അവിലെടുത്തിട്ടുള്ളത്. ഈ അവിൽ നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം. പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവലെടുക്കുമ്പോൾ കുറച്ച് കട്ടിയുള്ള അവൽ തന്നെ എടുക്കുക. കട്ടിയുള്ള അവലാണ് ഒന്നുകൂടെ നല്ലത്. ഇനി കട്ടിയില്ലാത്ത അവലാണ് വെച്ചെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല, ഒന്നുകൂടി ടേസ്റ്റ് കട്ടിയുള്ള അവലാണെന്ന് മാത്രം. ഈ അവൽ നല്ല പോലെ നെയ്യിൽ വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ വറുത്തെടുക്കുക. ഈ അവൽ നല്ല രീതിയിലൊന്ന് മുരിഞ്ഞ് കിട്ടും വരെ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഇതാ അവൽ നല്ല പോലെ വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 600 മില്ലി പാലാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 2 കപ്പിനേക്കാളും കുറച്ചുകൂടി വരും. മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സ് ചെയ്തെടുക്കാം. ഈ പാലൊന്ന് ചൂടായി വന്നാൽ അതിലേക്ക് ഏലക്ക ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 4 ഏലക്ക ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ടെടുത്തിട്ടുണ്ട്. നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ പാലൊക്കെ തിളച്ച് അവലൊക്കെ നല്ലോണം വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല, ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ടെടുക്കാം. അപ്പോൾ ആ പാലൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അവലൊക്കെ വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പാല് നല്ല പോലെ തിളച്ച് വന്നതുകൊണ്ട് തന്നെ ശർക്കര ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ശർക്കര ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അവലൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ശർക്കര കുറച്ച് വെള്ളത്തിൽ മെൽറ്റാക്കി ശർക്കര പാനിയായിട്ടും ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ശർക്കര പൊടിയാണ് ചേർത്ത് വെക്കുന്നത്. ഏകദേശം 1 കപ്പോളം ശർക്കര പൊടി എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. ഇനി തീ കത്തിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇത് തിക്കായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പാൽ ഒഴിച്ചു കൊടുക്കാം. എനിക്കിവിടെ തിക്കായി കിട്ടിയപ്പോൾ ഞാനിവിടെ കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല പോലെ തിളച്ച് വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തും അണ്ടിയും മുന്തിരിയും കൂടി ഇട്ടെടുക്കാം. മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ പായസമാണ്. കുടിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പായസമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്